ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത ചൂട്. മക്ക, മദീന നഗരങ്ങളിലും ചൂട് ശക്തമായി. 45 മുതൽ 47 ഡിഗ്രി വരെയാണ് ഇവിടങ്ങളിലെ താപനില. കിഴക്കൻ പ്രവിശ്യയിൽ താപനില 48 ഡിഗ്രി സെൽഷ്യസ് കടന്നു. രാജ്യത്തെ മറ്റ് നഗരങ്ങളിലും ചൂടിന് ശക്തി കൂടിയിട്ടുണ്ട്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ താപനില ഇനിയും ഉയരുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കി. എന്നാൽ വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ തണുത്ത കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുള്ളതായും അൽ ജൗഫ് ഭാഗങ്ങളിൽ പൊടിയോട് കൂടിയ ചൂടുകാറ്റിനും സാധ്യതയുള്ളതായും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. സൗദിയിൽ ഹജ്ജ് തീർത്ഥാടകർക്കായി മഷാഇർ മെട്രോ ട്രെയിൻ സജ്ജമായി. ഇത്തവണ 2000-ലധികം ട്രിപ്പുകൾ നടത്താനാണ് അധികൃതർ പദ്ധതിയിടുന്നത്. ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന അറഫ, മുസ്ദലിഫ, മിന എന്നീ പുണ്യസ്ഥലങ്ങൾക്കിടയിൽ തീർത്ഥാടകർക്ക് എളുപ്പമായ യാത്രാ സൗകര്യം ഒരുക്കുന്നതിനു വേണ്ടിയാണ് മഷാഇർ മെട്രോ ട്രെയിൻ പ്രവർത്തിക്കുന്നത്. ഒരു ട്രെയിനിൽ പരമാവധി 3000 പേർക്ക് വരെ ഒരേ സമയം യാത്ര ചെയ്യാം. ഹജ്ജ് വേളയിൽ 3.5 ലക്ഷത്തിലധികം തീർത്ഥാടകർക്ക് ഇതിന്റെ സേവനം ലഭ്യമാകും. അറഫ മുതൽ മിന വരെ 18 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 9 സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് റെയിൽപാത സജ്ജീകരിച്ചിട്ടുള്ളത്. ജംറാത്ത് പാലത്തിന് സമീപമാണ് അവസാന സ്റ്റേഷൻ. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ പരമാവധി 20 മിനിറ്റിനുള്ളിൽ ഒരു ദിശയിലേക്കുള്ള യാത്ര പൂർത്തിയാക്കാം. UAE ടെലിമാർക്കറ്റിംഗിന് നിയന്ത്രണം. കടുത്ത വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയ പുതിയ ടെലിമാർക്കറ്റിംഗ് നിയമം ഓഗസ്റ്റ് പകുതിയോടെ പ്രാബല്യത്തിൽ വരും. പൊതുജനങ്ങളുടെ അവകാശങ്ങളും സ്വകാര്യതയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. നിയമലംഘകർക്ക് 1.5 ലക്ഷം ദിർഹം വരെയാണ് പിഴ. കൂടാതെ സ്ഥാപനത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായോ ഭാഗികമായോ റദ്ദാക്കും. നിയമലംഘനത്തിന്റെ ഗൗരവമനുസരിച്ച് UAE-ൽ 1 വർഷം വരെ ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ വിലക്കുകയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യും. ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഫോൺ വഴി വിറ്റഴിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന ഫ്രീ സോണിന് അകത്തും പുറത്തുമുള്ള സ്ഥാപനങ്ങൾക്കും നിയമം ബാധകമാണ്. SMS, ഫോൺ തുടങ്ങിയ മാർഗങ്ങളിലൂടെ ടെലിമാർക്കറ്റിംഗ് നടത്തുന്ന കമ്പനികളെല്ലാം നിയമത്തിന്റെ പരിധിയിൽപ്പെടും. ഡിജിറ്റൽ ഗവൺമെന്റ് അതോറിറ്റി, UAE സെൻട്രൽ ബാങ്ക്, സെക്യൂരിറ്റീസ് ആൻഡ് കമോഡിറ്റീസ് അതോറിറ്റി, പ്രാദേശിക ലൈസൻസിംഗ് അതോറിറ്റി എന്നിവയുമായി സഹകരിച്ചാണ് നടപടികൾ. ബുറൈമി ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ കടകളിൽ മോഷണം നടത്തിയ 3 പേരെ അറസ്റ്റ് ചെയ്തു. മഹദ, യങ്കൽ വിലായത്തുകളിലെ വാണിജ്യ സ്ഥാപനങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണം നടന്നത്. സംഭവത്തിൽ അന്വേഷണം നടത്തിയ ദാഹിറ, ബുറൈമി പോലീസ് കമാൻഡുകളാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. ഹജ്ജിന് ശേഷമുള്ള ഉംറ തീർത്ഥാടനത്തിന്റെ ബുക്കിംഗ് സജീവമാകുന്നു. ബലിപെരുന്നാളിന് ശേഷം ജൂലൈ ആദ്യവാരത്തിലാണ് സൗദി ഉംറ തീർത്ഥാടകരെ അനുവദിക്കുന്നത്. അവധിക്കാലത്തായതിനാൽ പ്രവാസി കുടുംബങ്ങൾക്കും ഉംറയ്ക്ക് പോകാൻ ഇത് മികച്ച അവസരമാണ്. നിരവധി പേരാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തി ഉംറയ്ക്കൊരുങ്ങുന്നത്. സൗദി അറേബ്യയുടെ വിവിധ വിസ സൗകര്യങ്ങളും അനുകൂല ഘടകമാണ്. ഹജ്ജ് കഴിഞ്ഞ് ഹാജിമാർ മടങ്ങുന്നതിനാൽ മക്കയിലും മദീനയിലും തിരക്ക് കുറയുകയും ചെയ്യും. ഉയർന്ന ടിക്കറ്റ് നിരക്ക് മൂലം നാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ച പ്രവാസി കുടുംബങ്ങളാണ് ഉംറയ്ക്കൊരുങ്ങുന്നത്. നാട്ടിൽ നിന്നും മാതാപിതാക്കളെ അടക്കം സന്ദർശക വിസയിൽ കൊണ്ടുവന്ന് ഒമാനിൽ നിന്നും ഉംറ തീർത്ഥാടനത്തിനായി പോകുന്നവരും നിരവധിയാണ്. അവധിക്കാല ടിക്കറ്റ് നിരക്ക് കൊള്ളയ്ക്ക് പുറമെ കൃത്യമായി സർവീസുകൾ ഒരുക്കാതെയും യാത്രക്കാർക്ക് ദുരിതം വിതച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. സർവീസുകൾ റദ്ദാക്കിയും വൈകിപ്പോകലുമാണ് ഇരുട്ടടി തുടരുന്നത്. കുറഞ്ഞ ദിവസങ്ങളിലേക്ക് മാത്രമായി നാട്ടിൽ പോകുന്ന പ്രവാസികൾക്ക് ഇത് വലിയ ദുരന്തമുണ്ടാക്കുന്നു. ഇന്ത്യൻ സ്കൂളുകളിൽ വേനലവധി ആരംഭിച്ചതിന് പിന്നാലെ നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. വിമാനത്താവളങ്ങളിൽ തിരക്കും വർദ്ധിച്ചു വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തിരക്ക് ഇനിയും ഉയരുമെന്നാണ് കരുതുന്നത്. ഈ ഘട്ടത്തിൽ സർവീസുകൾ റദ്ദാക്കുന്നതും വിമാനം വൈകുന്നതും യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഇന്ന് പുലർച്ചെയുള്ള എയർ ഇന്ത്യ സർവീസ് റദ്ദാക്കി. വിമാനം പുറപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് യാത്രക്കാർക്ക് ഇതിനെക്കുറിച്ച് വിവരം ലഭിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നിരവധി സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത്. വിവിധ വിമാനങ്ങൾ സമയം വൈകി സർവീസ് നടത്തുകയും ചെയ്തു. ഇതിനു മുമ്പുള്ള ദിവസങ്ങളിലും സമാന രൂപത്തിൽ മണിക്കൂറുകൾ കഴിഞ്ഞാണ് ടേക്ക് ഓഫ് ചെയ്തത്. വിമാന സർവീസുകൾ റദ്ദാക്കുന്നത് സംബന്ധിച്ചും വൈകുന്നതും യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ടെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുടെ വിശദീകരണം.
എന്നാൽ വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് മാത്രം ലഭിക്കുന്ന സന്ദേശങ്ങൾ ഫലം ചെയ്യില്ലെന്ന് യാത്രക്കാർ പറയുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്നും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പുറപ്പെടുന്നവർക്ക് ഏറെ നേരത്തെ അറിയിപ്പ് ലഭിച്ചാൽ മാത്രമാണ് എയർപോർട്ടിലേക്കുള്ള യാത്രയും അതിനനുസരിച്ച് ക്രമീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിമാനത്താവളത്തിൽ എത്തിയ ശേഷം മാത്രമാണ് യാത്രക്കാർ പലരും സർവീസ് റദ്ദാക്കുന്നതും വൈകുന്നതും അറിയുന്നത്. ടിക്കറ്റ് എടുക്കുന്ന ട്രാവൽ ഏജൻസികൾ പലപ്പോഴും യാത്രക്കാരെ വിമാന സമയമാറ്റം അറിയിക്കാറുണ്ടെങ്കിലും ചിലപ്പോൾ ഇതിലും വീഴ്ച വരാറുണ്ട്. എന്നാൽ വെബ്സൈറ്റുകളിൽ നിന്നും നേരിട്ട് ടിക്കറ്റ് എടുക്കുന്ന യാത്രക്കാർക്ക് ഈ സൗകര്യവും ലഭിക്കില്ല. നേരിട്ട് മെയിൽ വഴിയോ SMS വഴിയോ അറിയിപ്പ് ലഭിച്ചാൽ മാത്രമേ ഇവർ അറിയൂ. അടിയന്തരമായി O-, B- ഗ്രൂപ്പ് രക്തം ആവശ്യമുണ്ടെന്ന് സെൻട്രൽ ബ്ലഡ് ബാങ്ക് അധികൃതർ അറിയിച്ചു. ഈ വിഭാഗത്തിൽപ്പെട്ടവർ ബോഷറിലെ ബ്ലഡ് ബാങ്ക് ആസ്ഥാനത്തെത്തി രക്തം ദാനം ചെയ്യണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ദാതാക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതിനാൽ എല്ലാ ഗ്രൂപ്പുകളുടെയും രക്തം ആവശ്യമുണ്ട്. ബോഷർ ബ്ലഡ് ബാങ്കിൽ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 8 മുതൽ രാത്രി 8 വരെയും വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും നേരിട്ടെത്തി രക്തദാനം നടത്താം. മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. വരുന്ന ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് നിരവധി മലയാളി സംഘടനകളും കൂട്ടായ്മകളുമാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. മൂന്നാമത് ജബലക്തർ ടൂറിസം ഫെസ്റ്റിവലിന് അടുത്ത മാസം 18-ന് തുടക്കമാകും. സെപ്റ്റംബർ 14 വരെ തുടരും. ദാഖിലിയ ഗവർണറേറ്റാണ് ഫെസ്റ്റിവൽ ഒരുക്കുന്നത്. ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകരെയാണ് ഫെസ്റ്റിവൽ പ്രതീക്ഷിക്കുന്നതെന്നും ദാഖിലിയ ഗവർണർ ഷെയ്ഖ് ഹിലാൽ ബിൻ സൗദ് അൽ ഹജ്രി അറിയിച്ചു. ചെറുകിട ഇടത്തരം സംരംഭകരെയും കർഷകരെയും ഫെസ്റ്റിവൽ പ്രോത്സാഹിപ്പിക്കുന്നു. സംരംഭകർ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കും. എണ്ണ, സുഗന്ധ വസ്തുക്കൾ തുടങ്ങിയവയ്ക്ക് പുറമെ കർഷകർക്ക് തങ്ങളുടെ വിളകളും പ്രദർശനത്തിനെത്തിക്കാം. സന്ദർശകർക്ക് ഉൽപ്പന്നങ്ങളും പഴങ്ങളുമടക്കം നേരിട്ട് നിർമ്മാതാക്കളിൽ നിന്നും കർഷകരിൽ നിന്നും സ്വീകരിക്കാനും സാധിക്കും. കുതിര പ്രദർശനം ഫെസ്റ്റിവലിന്റെ മറ്റൊരു ആകർഷണമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ അരങ്ങേറിയ ഫെസ്റ്റിവലുകളുടെ വിജയത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടാണ് മൂന്നാമത് ടൂറിസം ഉത്സവത്തിന് വേദിയൊരുക്കുന്നത്. ഹൈൽ അൽ യമാൻ, സിഹ്ഗത്തിന പാർക്ക് എന്നിവയാണ് ഫെസ്റ്റിവലിന്റെ പ്രധാന വേദികൾ. ഹൈക്കിംഗ്, കുതിരസവാരി, വിൽപ്പന സ്റ്റാളുകൾ തുടങ്ങി വ്യത്യസ്ത വിനോദ വിപണന വിഭവങ്ങൾ ഫെസ്റ്റിവലിന്റെ ഭാഗമാകും. അതേസമയം കഴിഞ്ഞ വർഷങ്ങളിൽ ജബലക്തർ ഫെസ്റ്റിവലിൽ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. രാജ്യാന്തര സഞ്ചാരികൾക്ക് പുറമെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആഭ്യന്തര സന്ദർശകരും ജബലക്തറിലേക്ക് എത്തിയിരുന്നു. ഇത്തവണയും ഇത്തരത്തിൽ പങ്കാളിത്തമുണ്ടാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ മറ്റ് സ്ഥലങ്ങളിൽ കനത്ത ചൂട് അനുഭവപ്പെടുമ്പോൾ ദോഫാർ ഗവർണറേറ്റിലേതുപോലെ തണുത്ത കാലാവസ്ഥയാണ് ജബലക്തറിൽ ഉണ്ടാകാറുള്ളത്. 2020 ലോകകപ്പിൽ തുടർച്ചയായ മൂന്നാം മത്സരത്തിലും ഒമാന് തോൽവി. സർ വിവിയൻ റിച്ചാർഡ് സ്റ്റേഡിയത്തിൽ 7 വിക്കറ്റിനാണ് സ്കോട്ട്ലാൻഡ് ഒമാനെ പരാജയപ്പെടുത്തിയത്. ബോളിംഗിലും തുടർന്ന് ബാറ്റിംഗിലും ഒമാൻ നിര നിറം മങ്ങിയപ്പോൾ ഗ്രൂപ്പിലെ വിജയത്തോടെ ഒന്നാം സ്ഥാനം നിലനിർത്താൻ സ്കോട്ട്ലാൻഡിനായി. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഒമാൻ 7 വിക്കറ്റ് നഷ്ടത്തിൽ 150 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ സ്കോട്ട്ലാൻഡ് 41 പന്ത് ശേഷിക്കെ ലക്ഷ്യം കാണുകയായിരുന്നു.